അപ്പോൾ വീട് പൂട്ടി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്ന് സ്കൂളിലോട്ട് പോകണം. സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. റോബോട്ടിക്സിൻ്റെ ലാബ് ഇനോഗ്രേഷനാണ് ഇന്ന് അവരുടെ സ്കൂളിൽ. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല മഴയായിരുന്നു രാവിലെയെല്ലാം. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം സ്കൂളിലെ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ലേറ്റ് ആവും. പിന്നെ നമുക്ക് പർച്ചേസിംഗ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനും മോളുമാണ് പോകുന്നത്. മോൻ നേരത്തെ സ്കൂളിൽ പോയിട്ടുണ്ട്, രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനും മോളും സ്കൂളിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ചക്കരക്കല്ല് ടൗണിലെത്തി. ഇനി എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന കടയിൽ, ഹോൾസെയിൽ കടയിൽ നിന്നാണ് ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മുടെ അരി, പലചരക്ക് സാധനങ്ങൾ ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്നാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അവിടെ പോയി. ഇന്ന് ഉച്ചയായതുകൊണ്ട് തന്നെ കടയിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ സാധാരണ അവിടെ നല്ല തിരക്കുണ്ടാവും. അന്നേരം അവിടെ ബില്ല് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേറെ കടകളിലോ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നിട്ടാണ് ഇവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി പോവുകയാണ്. അപ്പോൾ ടൗണിൽ എത്തിയപ്പോഴും മഴ ചോർന്നിട്ടുണ്ടായിരുന്നു. ഉച്ച സമയത്ത് ഒരു ചോർച്ചയുണ്ടായിരുന്നു. രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇടിയും, മഴ കുഴപ്പമില്ല, ഇടിയൊക്കെ പൊട്ടുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് വാങ്ങാനുണ്ടായിരുന്നവർക്ക് നോട്ട് ബുക്ക്, ടെക്സ്റ്റൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. നോട്ട് ബുക്ക് മാത്രം പുറത്തുനിന്ന് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തിയിട്ട് അപ്പുറത്തെ ബ്ലോക്കിലാണ് ഇനോഗ്രേഷൻ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് വേഗം കയറി നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ കയറി നിന്നു. മഴയായത് കാരണം അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതെ എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനോഗ്രേഷൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ആൾ വന്ന് എല്ലാവരും കൂടി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുട്ടികളെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലാബ്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പിന്നെ കയറിയിട്ട് എല്ലാം കാണാം. അപ്പോൾ ഇനോഗ്രേഷന് അവർ സമയമായപ്പോൾ നമ്മൾ മഴയത്ത് അന്നേരം കുറച്ച് ചെറിയൊരു മഴ പാറലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്നേരം നമ്മൾ നടന്ന് അപ്പുറത്തോട്ട് പോയി. പിന്നെ അടിപൊളിയായിരുന്നു കാണാൻ. സൂപ്പർ ഒരു ഡോഗ് ഉണ്ടായിരുന്നു അവിടെ, റോബോട്ട്. അപ്പോൾ അതായിരുന്നു ഹൈലൈറ്റ്. എല്ലാവരുടെ അടുത്തും വന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചെറിയ ചെറിയ റോബോട്ട്സ് ഉണ്ടായിരുന്നു, ഈ പാട്ട് വെച്ച് അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന റോബോട്ട്സ്. അതൊക്കെ കണ്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇനി ഭാവിയിൽ നല്ല എന്താ പറയണ്ട AI വേൾഡാണല്ലോ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ കുട്ടികളെ പ്രിപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സ്കൂളിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മോള് അതിനെ കണ്ട് ഇങ്ങനെ കളിച്ചു. അത് വീണതാണോ അല്ലെങ്കിൽ വീണ പോലെ കളിച്ചതാണോ എന്നറിയില്ല. ആ റോബോട്ട് ഇത് നിലത്തുനിന്ന് വീണ് ഇങ്ങനെ എഴുന്നേറ്റ് പിന്നെ അവളെ തൊടാൻ പോയി. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടി. അവൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ മോനൊക്കെ നേരത്തെ അവർ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനോഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴെ ലാബിലോട്ട് വന്ന് ഇതൊക്കെ കണ്ടത്. ഇതാണ് ഡാൻസ് കളിക്കുന്ന റോബോട്ട്, കുഞ്ഞു കുഞ്ഞു റോബോട്ട്. പാട്ടിനനുസരിച്ച് അവരിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും സൂപ്പർ സംഭവങ്ങളാണ്. നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചറിൽ നല്ലൊരു ഐഡിയ നമുക്ക് എങ്ങനെയാണ് AI വേൾഡ് എങ്ങനെയാണ് ഇനി നമ്മുടെ
ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ഒരു കുട്ടികൾക്ക് ഇപ്പം തൊട്ടേ നമ്മൾ ആ ക്ലാസ് കൊടുക്കുന്നത് എന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും സ്കൂളിൽ ഇത് ചെയ്തതിന് സ്കൂൾ മാനേജ്മെൻറ്റിന് നല്ലൊരു താങ്ക്സ്. അപ്പോൾ എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മോനെയും സ്കൂളിൽ നിന്ന് കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ വന്നു. അങ്ങനെ വീട്ടിലെത്തിയല്ലേ. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 5:30 സമയം. ഇനി വിളക്കൊക്കെ വെക്കാറായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30 ആകുമ്പോഴത്തേക്കും പോയതാണ്. അപ്പോൾ വീഡിയോ ചെറുതായിട്ടൊരു ലാഗാവുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഫോണിൻ്റേതാണോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ റോബോട്ട്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൂടെ എല്ലാവരും ഒന്ന് കാണണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.